വന്ദനമേ എന്റെ പുണ്യനന്തം വന്ദനമേ. ഞങ്ങളെ അന്ധമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ സമയം അങ്ങയുടെ സന്നിധിയിൽ തലകളെ വണങ്ങി അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായിട്ട് നൽകുന്ന എല്ലാ നന്മകളെയും ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, എല്ലാ അവിടുത്തെ മഹത്വവും അവിടുത്തെ വലിയ ദാനവുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയും. ഈ സമയം വരെയും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കാത്തു പരിപാലിച്ചു അവിടുത്തെ വലിയ സംരക്ഷണയിലാക്കി തീർത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. തമ്പുരാനെ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ ഈ ഭവനത്തിലായിരുന്ന ഈ ഭവനത്തിലെ മക്കളോട് ചേർന്ന് കർത്താവെ, പ്രത്യേകിച്ച് ഈ ഭവനത്തിലെ മകളുടെ വിവാഹ മനസ്സമ്മതത്തിനായിട്ട് ഒരുങ്ങിയിറങ്ങുമ്പോൾ ഈ ഭവനത്തിലെ കുടുംബത്തിലെ ഓരോ ബന്ധുക്കളോടും ചേർന്ന് അവിടുത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ ഈ മാതാപിതാക്കൾക്ക് ഈ മകളെ അവിടുന്ന് നൽകി അനുഗ്രഹിച്ചു. അവിടുന്ന് ഈ പ്രായമെത്തുവോളം വളർത്തി വലുതാക്കി അനുഗ്രഹിച്ച് കർത്താവെ, പുതിയൊരു ജീവിത പന്താവിലേക്ക് ഒരുങ്ങിയിറങ്ങുമ്പോൾ അങ്ങയുടെ സന്നിധിയിൽ ഈ മകളും ഈ മകൾക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന മകനും അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് വിവാഹ ജീവിതത്തിന് ഞങ്ങൾ സമ്മതമാണ് എന്ന് അവരുടെ ജീവിതത്തിൽ വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ ദൈവമേ, ഈ മക്കളുടെ ജീവിതത്തിലുടനീളം അവിടുത്തെ വലിയ സംരക്ഷണവും കൃപയും നൽകണേ. പ്രത്യേകിച്ച് ഈ മകളെ അങ്ങയുടെ കരങ്ങളിൽ ചേർത്ത് വയ്ക്കുന്നു. അവിടുത്തെ വലിയ സംരക്ഷണം നിരന്തരം നൽകണമേ. ഈ പ്രായമെത്തുവോളം കാത്തുപരിപാലിച്ച തമ്പുരാനെ, തുടർന്ന് അവിടുത്തെ വലിയ സംരക്ഷണം നിന്റെ മകൾക്ക് നൽകണമേ. സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയും ദാനങ്ങളും ഈ മകളുടെ മേൽ നൽകി അനുഗ്രഹിക്കണമേ. മകൾക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന മകനെയും അവരുടെ ജീവിതത്തെയും അവരുടെ നിയോഗങ്ങളെയും അവരുടെ ജോലി മേഖലകളെയും എല്ലാം നിരന്തരം അവിടുന്ന് കാത്തു പരിപാലിക്കണം. ഇവരെ തുടങ്ങുവാൻ പോകുന്ന കുടുംബം അവിടുത്തെ വലിയ അനുഗ്രഹത്തിൻ്റെ നസറേത്തിലെ ഒരു കുടുംബം പോലെ സന്തോഷത്തിൻ്റെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും അനുഭവമാക്കി എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് മാറ്റി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കുടുംബത്തിലെ കുടുംബനാഥനെയും നാഥയും പ്രത്യേകം അവിടുത്തെ കരങ്ങളിൽ ചേർത്ത് വയ്ക്കുന്നു. ദാസരെ കുടുംബമാക്കി അവിടുന്ന് രൂപപ്പെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവിടേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങളെയും എല്ലാം സമർപ്പിക്കുന്നു. ഇതിനായിട്ട് യാത്ര ചെയ്യുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കർത്താവെ, തിരികെ ഈ ഭവനത്തിലെല്ലാം പൂർത്തിയായി തിരികെ ഭവനത്തിലെത്തുവോളം എല്ലാവരെയും കാത്തു പരിപാലിച്ച് അനുഗ്രഹിക്കണമേ. ഇവിടെ ആയിരിക്കുന്ന ദൈവദാസനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വലിയ സംരക്ഷണം കൃപയും ദാസന് നൽകണമേ. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുന്നു. ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും പരിപാടികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവനമ്പുരാനെ, ഈ മക്കൾ നിരന്തരം അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ വലിയ സ്ഥാനത്തിൽ വളരുവാൻ തക്കവണ്ണം ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വലിയ മധ്യസ്ഥത ഈ മകൾക്കായിട്ട് രൂപപ്പെടുത്തുന്ന കുടുംബത്തിൻ്റെ മേൽ, മകൻ്റെ മേൽ നിരന്തരം നൽകണമേ. അമ്മയുടെ മധ്യസ്ഥത ഈ മക്കളെ ശക്തിപ്പെടുത്തണമേ. നസറേത്തിലെ തിരുക്കുടുംബത്തിൽ അമ്മയുടെ വലിയ സാന്നിധ്യം അവർക്ക് അനുഗ്രഹമായതുപോലെ ഈ മക്കളുടെ ജീവിതത്തിൽ നിരന്തരം അമ്മയുടെ സാന്നിധ്യം നൽകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ കുറവിനെ നിറവുള്ളതാക്കി തീർത്ത് അമ്മയുടെ വലിയ സാന്നിധ്യം മക്കളെ ശക്തിപ്പെടുത്തണമേ. അടിയുടെ പ്രാർത്ഥനകളെല്ലാം അവിടുത്തെ സന്നിധിയിൽ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം അരുളണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും മേഘജാതകൃതയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും ഈ ഭവനത്തോടും ഈ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളോടും പ്രത്യേകിച്ച് മനസ്സമ്മതത്തിൽ ഏർപ്പെടുന്നതായ പ്രിയപ്പെട്ട മകളോടും കൂടെ എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
വിവാഹ മനസ്സമ്മത ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും അതോടൊപ്പം തന്നെ ഇന്ന് വിവാഹ മനസ്സമ്മതം നൽകുന്ന പ്രിയപ്പെട്ട മക്കളെയും കടന്നു വന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ചേന്തിയത്തെ കുടുംബാംഗം കൂടിയായ ബഹുമാനപ്പെട്ട ജോഷുവ പാറയിലച്ചനാണ്. അതോടൊപ്പം തന്നെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഈ ഇടവകയുടെ വികാരിമാർ പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് കളകുടയച്ചൻ, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വർഗീസ് കുന്നേത്തച്ചൻ, അതോടൊപ്പം തന്നെ ബ്ലാക്ക്പൂർ ഇടവകയുടെ വികാരിയായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോജിയച്ചൻ, ബഹുമാനപ്പെട്ട ആലിംഗലച്ചൻ, ഈ ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ സന്തോഷത്തോടു കൂടി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, മണ്ണല്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മണ്ണല്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാവിളാടിയാരോട് കഥ ചെയ്യുന്ന സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ദൈവഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, കർത്താവിനോടുകൂടെ നീ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ദുരിതത്തിന്റെ ഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ രക്ഷിക്കണമേ. ആമേൻ. ശുദ്ധമതികളുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലേക്കും ഉണ്ടായിരിക്കട്ടെ. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുതേ. നിന്റെ പ്രവർത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ച് കളയുകയുമരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളൂ എങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാതരം അധാർമികതയിലും നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യ ജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിന്തല പ്രദേശം അവകാശമാകും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വം വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. ആഹായി പാർക്കുമോ നടത്തേടവേ
നീ ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹവും കരുണയും രണ്ട് ലോകങ്ങളിൽ നീക്കും ചുരുക്കപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസപൂർവ്വം നിന്നെ വിളിച്ചു പ്രാർത്ഥിപ്പാൻ പരിശുദ്ധ നൽവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ എണ്ണപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇപ്പോൾ കർത്താവേ, പൂർവ്വപിതാക്കന്മാരുടെ മഹനീയ ദാമ്പത്യ മാതൃകയാൽ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഈ മക്കളെ കൺപാർക്കണമേ. ഇവർ സ്വതന്ത്ര മനസ്സോടെ സന്നിധിയിൽ പരസ്പരം സമ്മതം നൽകുവാൻ കൃപ നൽകണമേ. പരിശുദ്ധ ത്രോണോസും ശ്രീവായും വിശുദ്ധേവനും ഈ വിശ്വാസഗണവും ഈ നിശ്ചയത്തിന് സാക്ഷികളായി നിന്ന് ഇവരുടെ സ്വതന്ത്ര മനസ്സിനെ ബലപ്പെടുത്തണമേ. ഇവരെന്നും പൂർണ്ണ മനസ്സോടെ ദമ്പതിമാരായി ജീവിക്കുവാൻ കൃപ ചെയ്ത് സഹായിക്കണമേ. മോറൻ ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു വേണമേ. നന്നായി കഴുകി എന്റെ പാപങ്ങൾ തന്നെ വെടിപ്പാക്കണമേ. എന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയിരിക്കുന്നു. എനിക്കെതിരായിട്ടുണ്ട് ഞാൻ പാപം ചെയ്തു, എന്റെ തിരുമുമ്പിൽ നന്മകൾ ഞാൻ ചെയ്തു. അവരുടെ വചനത്തിൽ നീ നീതിയിരിക്കപ്പെടുകയും എന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ഞാൻ ഭോജിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ധരിക്കുകയും ചെയ്തു. നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. സോപ്പാടിന്റെ മേൽ തെളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ നീ വെണ്മയാക്കണമേ. പുരുഷവഞ്ചനേക്കാൾ ഞാൻ വെണ്മയുള്ളവനാകും. ആനന്ദവും സന്തോഷവും ഉടനെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിരുപദ്രവിച്ച് എന്റെ അതിക്രമമൊക്കെയും മായിച്ചിടണമേ. ദൈവമേ, സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതാക്കണമേ. മുമ്പിൽ നിന്നെ തള്ളിക്കളരുതേ, എന്റെ പരിശുദ്ധാത്മാവിനെ നിലനിൽക്കുകയും അരുതേ. എനിക്ക് തിരിച്ചറിയണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ ഇതിനക്കാരെ ഒഴിപ്പിക്കും, ഭാവികൾ നിങ്ങളെ ക്രിയേയും ചെയ്യും. ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്തത്തിൽ തന്നെ രക്ഷിക്കണമേ. എന്റെ നാമത്തിന്റെ നീതിയെ സ്തുതിക്കും. എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ, എന്റെ വായുടെ സ്തുതികൾ പാടും. നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികൾ നീ ഇരുമിതപ്പെട്ടുമില്ല. ദൈവത്തിന്റെ വിലകൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവഹൃദയം രസിക്കുന്നവല്ല. നിന്റെ ഇഷ്ടത്താലോട് നന്മ ചെയ്യണമേ. ഉർസലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ ബലികളിലും ഹോമങ്ങൾ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ യാഗങ്ങൾ ബലിയായി കരകയറും. ശുഭകുലാബോല ബുറോവൽ റൂഹോ കാദീശോ. വധുവായി വരിച്ചൊരു നാദ തിരുഹിതമായി ഈ ദാസരെ വാഴ്ത്തുക ദേവാ, ദയചെയ്തിടണമേ. ഈ ദാസർ മനസാ സമ്മതമേകാൻ മാനവനായ മിശിഹാരാജാവേ ദേവാ, ദയ ചെയ്തിടണമേ. മനുജർഗ കുടുംബമൊരുക്കുന്നോരേ, സ്വർഗേ നിന്നും ഇവരെ വാഴ്ത്തുക ദേവാ, ദയ ചെയ്തിടണമേ. കർത്താവേ, നിൻ പ്രിയരാം ദാസ തിരുമുൻപാകെ മനസമ്മതമേകാൻ ദേവാ, ദയ ചെയ്തിടണമേ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ സ്വതന്ത്ര മനസ്സോടുകൂടി ഉത്തരം നൽകേണ്ടതാണ്. കർത്താവിൽ നമ്മുടെ മകനായ ജോമിൻ ജോൺസൺ
ഈ നിൽക്കുന്ന മേഘ മുൻസിയെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ സമ്മതമാണ്. സാക്ഷിയാകട്ടെ. കർത്താവിൽ നമ്മുടെ മകളായ മേഘ മുൻസി ഈ നിൽക്കുന്ന ജോബിൻ ജോൺസണെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ സമ്മതമാണ്. സാക്ഷിയാകട്ടെ. വിശുദ്ധ സഭയെ വിവാഹം ചെയ്ത തനിക്കായി വധുവായി തീർത്ത സാക്ഷാൽ സത്യമണവാളനായ വിശ്യാതരാനേ, അനശ്വരമായ അനുഗ്രഹവും നിത്യമായ സഹായവും ഭക്തിഭരിതമായ പൂർണ്ണതയും നിന്നോട് യാചിക്കുന്ന നിന്റെ ആരാധകരായ ഈ മക്കളുടെ വാഞ്ചയത്തെ കൃപയോടെ നീ ആസ്വദിക്കണമേ. കർത്താവേ, മനുഷ്യസ്നേഹത്തോടെ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വിവാഹം നടക്കുകയും സന്തോഷിക്കുകയും ചെയ്തകവണ്ണം സൗഭാഗ്യകാലങ്ങൾ ഇവർക്ക് നൽകണമേ. അദൃശ്യമായി നിന്റെ വല്ലവരും ഇവരിൽ ആശ്രമിച്ച് നിന്റെ സ്ത്രീമായാൽ ഇവരെ കാത്തുകൊള്ളുകയും ഉപദ്രവങ്ങളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആയുഷ്കാലം മുഴുവൻ ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. മോറൻ വാലം പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് ഇവർക്ക് വേണ്ടി അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നിന്നാൽ സ്തുതിയോട് രാജമകൾ നിൻവല ഭാഗേ രാജഭാമിനിയും കർത്താവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിവ്യന്മാരുടെ സമരങ്ങളിൽ അവരോടുകൂടിയും സ്ത്രീകന്മാരുടെ കാലങ്ങളിൽ അവരോടുകൂടെ വരുന്നിട്ടുള്ള കർത്താവിന്റെ ബലമുള്ളതും വിജയസമ്പൂർണവുമായ വലതുകൈ ഈ സമൂഹത്തിലും വിവാഹസമ്മതം നൽകിയവരിലും അതിഥികളിലും അതിഥേയരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരിലും വന്ന് ആവശ്യമാകട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം തമ്പുരാനെ അനുഗ്രഹിക്കട്ടെ. ഈ ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവേ, ബലഹീനമുള്ളതും പാപപങ്കിലവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണം. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച പ്രിയപ്പെട്ട ജോഷുവ
പാറയിലച്ചനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠര്, ബഹുമാനപ്പെട്ട ജോസഫ് കളവിളിയച്ചൻ, പ്രിയപ്പെട്ട വർഗീസ് കൂത്തനേച്ചൻ, ബഹുമാനപ്പെട്ട ജോജിയച്ചൻ, പ്രിയപ്പെട്ട അലിംഗലച്ചൻ, പ്രിയ ബഹുമാനപ്പെട്ട തോമസ് കുറ്റിയിലച്ചൻ, ഈ ബഹുമാനപ്പെട്ട വൈദികരോടുള്ള പ്രത്യേകമായ നന്ദി രണ്ട് കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കടന്നു വന്ന എല്ലാവരെയും ഈ രണ്ട് കുടുംബത്തിൻ്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അനുഗ്രഹീതമായ ഒരു വിവാഹ ജീവിതം കാരുണ്യവാനായ ദൈവം ഈ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ജനുവരി മാസം 8-ാം തീയതി നടക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹവും തുടർന്നുള്ള ഇവരുടെ അനുഗ്രഹീതമായ കുടുംബജീവിതവും അതേറ്റവും ധന്യമായി മാറുവാൻ തമ്പുരാന്റെ കരുണയോട് യാചിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേകമായ ദൈവാനുഗ്രഹങ്ങളും ആശംസകളും പ്രിയപ്പെട്ട മക്കൾക്ക് നൽകുന്നു. തുടർന്നുള്ള റിസപ്ഷൻ ക്രമീകരിച്ചിട്ടുള്ളത് നമ്മുടെ തൂക്കുപാലത്തുള്ള പെട്രാസ് ഓഡിറ്റോറിയത്തിലാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നവ ദമ്പതികളും അതോടൊപ്പം തന്നെ സാക്ഷികളും വിവാഹ മനസ്സമ്മത രജിസ്റ്ററിൽ ഒപ്പിടേണ്ടതാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. Trying to make it right, trying
ഏവരെയും ഈ അനുഗ്രഹീതമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിട്ടുള്ള എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ പ്രവേശിച്ചു എന്ന് കരുതുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ സാധാരണ വിവാഹ നിശ്ചയത്തിൻ്റെ ഒരു ചടങ്ങ് എല്ലാവരും ക്ഷണിച്ചു വരുമ്പോൾ നിർദ്ദേശങ്ങളൊക്കെ പറയാറുണ്ടെങ്കിൽ നമ്മുടെ ഏവരുടെയും സൗകര്യത്തെ പ്രതി അത് വികാരി എന്ന നിലയിൽ ഞാൻ ആ ദൗത്യം നിർവഹിക്കുകയാണ്. നമുക്കറിയാം, ഈ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹ നിശ്ചയം അനുഗ്രഹീതമായ ദേവാലയത്തിൽ നടന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും പ്രിയപ്പെട്ട മക്കൾക്ക് ദൈവം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടിയായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരുടെയും ദൈവജനത്തിൻ്റെ പേരിൽ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേടുകയും ഇവരുടെ വിവാഹം ഏറ്റവും അനുഗ്രഹീതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കടന്നു വന്നിട്ടുള്ള എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി പ്രത്യേകമായി അറിയിച്ചുകൊള്ളട്ടെ. പാലാരൂപതയിൽ പൂവരണി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ അഴുകുന്ന വീട്ടിൽ ജോൺസൺ ജോസഫിൻ്റെയും ജാസ്മിൻ ജോൺസന്റെയും മകൻ ജോമിൻ ജോൺസൺ, പത്തനംതിട്ട രൂപതയിൽ ഇലന്തൂർ സെന്റ് പാട്രിക് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ ചേരിയേറ്റ് വീട്ടിൽ മോൻസി ജോർജിൻ്റെയും ഷൈനി മോൻസിയുടെ മകൾ മേഘ മോൻസിയും തമ്മിലുള്ള വിവാഹം 2025 ജനുവരി മാസം 8-ാം തീയതി പാലാരൂപതയിലെ പൂവരണി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ വെച്ച് ആശീർവദിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ഈ ഉടമ്പടി ധാരണയും ഈ രണ്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ കടന്നുവന്ന് ഈ ഉടമ്പടി കത്തുകൾ പരസ്പരം കൈമാറുന്നതാണ്. ഈ രണ്ട് കത്തുകൾ കൈമാറുവാനായി ചുമതലപ്പെട്ടിട്ടുള്ളവർ ദയവായി ഇപ്പോൾ സ്റ്റേജിലേക്ക് കൈവരേണ്ടതാണ്. തീരുമാനങ്ങളും ആലോചനകളും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഇപ്പോൾ പരസ്പരം കൈമാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി കടന്നു വന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആലിംഗലക്ഷം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് പ്രത്യേകപൂർവ്വം ഈ പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ഓർത്ത് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എനിക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മധ്യാഹ്ന സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളായ ജോമിൻ്റെയും മേഘയുടെയും വിവാഹ വാഗ്ദാനത്തോടനുബന്ധിച്ച് ദൈവകർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും നൽകിയ ഈ അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ല, അവൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തുണയെ നൽകുമെന്ന് അരുളി ചെയ്തുകൊണ്ട് അനാദി മുതൽ ഇന്നോളം കർത്താവ് നീ കൂട്ടിച്ചേർത്ത എല്ലാ കുടുംബ ബന്ധങ്ങൾക്കുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവകർത്താവിന്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഈ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളും ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു ദിവസം ഏറ്റവും അനുഗ്രഹീതമായിട്ട് ഇവർക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ദൈവകൃപകളും ലഭിക്കുവാനും വിവാഹം ഏറ്റവും മംഗളമായി നടക്കുവാനും ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിന് രൂപം നൽകുവാനും ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കി അവരുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കൂടിവരവ് തിരുനാമഹത്വത്തിനായിട്ട് തീരണമേ. മനുഷ്യൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവത്തിന്റെ ആശീർവാദം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ സന്നിഹിതരായിരുന്നുകൊണ്ട് ആ കുടുംബത്തിന്റെ ആവശ്യത്തിൽ ഇടപെട്ട കുറവുകളെ പരിഹരിച്ച് അഭിമാനത്തിന്റെ നിമിഷമാക്കി മാറ്റിയ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് എന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു, നിന്റെ ദരിദ്ര ഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, കവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
ഞങ്ങളുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ഭക്ഷണത്തിനുള്ളതായ പ്രാർത്ഥന. കർത്താവേ, കൃപയാൽ ഭക്ഷ്യപാനം പാലം ചെയ്യുവാനും ദയാപൂർവം നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആഹാരത്തെയും നിന്റെ കരുണയും ഓർക്കുന്നതിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. I would like to walk this world with you always. Never want to be apart from you, oh Lord. I am sometimes overwhelmed by truth and your ways. Like, could it be that I was made for you? I'm blown